ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കോട്ടൺ മെറ്റീരിയലിൽ എംബ്രോയ്ഡറി ഡിസൈൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഇനി നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. ഒരു കോട്ടൺ മെറ്റീരിയൽ ആണെന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈനൊക്കെ അതിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്രീ ഹാൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ട്രേസിങ് പേപ്പർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ത്രെഡ് എടുത്തിട്ടുള്ളത്, അതായത് മെറ്റീരിയലിൻ്റെ കോൺട്രാസ്റ്റിംഗ് കളറ്. ഇതൊരു രംഗോലി എന്ന് പറയുന്ന ബ്രാൻഡാണ്. പിന്നെ അതിൻ്റെ നീഡിലും വലിയ നീഡിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലത്തെ കുറച്ച് സ്റ്റോൺസും എടുത്തിട്ടുണ്ട്. നമ്മൾ അധികമൊന്നും വർക്ക്, അതായത് സ്റ്റോൺസ് പേൾസൊക്കെ വെച്ചിട്ട് ചെയ്യുന്നില്ല, കോട്ടൺ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഒരു നെക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഞാൻ ഡിസൈന് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ കഴിവൊന്നും വേണമെന്നില്ല. ജസ്റ്റ് ഒരു 4-5 ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട് അതിലൊരു ഇലയുടെ ഷേപ്പൊക്കെ അങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ആർക്ക് വേണമെങ്കിലും വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇനി ഡിസൈൻ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളതൊരു ഫ്രെയിമിൽ വെച്ച് കൊടുക്കുക ഇതേപോലെ. അപ്പോൾ നെക്കിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് വരണം ഈ ഡിസൈന് ചെയ്യുമ്പോൾ. ഇനി ഇത് പറഞ്ഞ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അതിൻ്റെ ഓരോ ലൈൻസും നമ്മൾ ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ത്രെഡിൻ്റെ 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോഴായിരിക്കും നമ്മുടെ ഓരോ സ്റ്റിച്ചും കുറച്ച് കട്ടി കൂടിയിട്ട് ഇരിക്കുക. ആദ്യം നമ്മൾ അതിൻ്റെ ഓരോ ലൈൻസായിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ലീവ്സിൻ്റെ ഡിസൈനും നമ്മൾ ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ മുഴുവനായിട്ട് ചെയ്യുക. ഒരേ സ്റ്റിച്ച് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയിൽ നമുക്കത് തോന്നിക്കും. ഇതിലുള്ള ഈ ലൈന് എങ്ങനെയാണ് തുന്നുന്നതെന്ന് നോക്കാം നമുക്ക്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് നോർമലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ അധികം നീളത്തിലെടുക്കാതെ ഇതേപോലൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നില്ലേ, ഇനി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിൽ കൊടുത്ത അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ഉണ്ടായ ആ ഗ്യാപ്പ് ഫില്ലാകും. ഇത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ കുറച്ച് വ്യത്യാസം. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് വരും. അപ്പോൾ ഈ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇങ്ങനെ വരുന്നു. നമ്മളിപ്പോൾ വീണ്ടും റിവേഴ്സിൽ കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് എടുക്കുക. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമ്മുടെ ഡിസൈന് കിട്ടും. പിന്നെ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം ഇത് മൊത്തത്തിൽ ഒരേ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരും.
എന്നാലും അത് ലാസ്റ്റ് നമുക്കത് കാണുമ്പോൾ നല്ലൊരു വൃത്തിയുള്ളൊരു അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ നമുക്ക് കിട്ടും. ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് മുഴുവനായിട്ട് തുന്നി കൊടുക്കണം. ഇതൊരുപാട് ഇങ്ങനെ നല്ല പ്രസ് ചെയ്ത് വലിച്ചാൽ അവിടെയുള്ള ഒരു ഹോള് വലുതായിട്ട് വരും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ ഇത് മുഴുവനായിട്ട് ചെയ്യണം. ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ലൈന് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലാസ്റ്റ് വന്ന ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് അത് എങ്ങനെയാണ് കൊണ്ട് നിർത്തുന്നതെന്ന് നോക്കാം. ഇങ്ങനെ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ബാക്കിൽ എന്താ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ മുമ്പത്തെ ആ ഒരു സ്റ്റിച്ചിൽ കൊണ്ടുപോയിട്ട് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരു കെട്ടിട്ടിട്ട് നമുക്ക് നൂല് അവിടെ നിന്ന് മുറിച്ച് കളയാം. ഇപ്പം നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ അതിൻ്റെ ലീഫും ചെയ്ത് കൊടുക്കണം. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ ഔട്ട്ലൈനാണ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. എല്ലാം ഈ ഒരു തുന്നൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ വരച്ചതിൽ കൂടെ മാത്രം സ്റ്റിച്ചിട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് എല്ലാം ഒരേ വലിപ്പത്തിലാകാൻ ശ്രദ്ധിക്കണം കേട്ടോ. പകുതിക്ക് വെച്ചിട്ട് മടിയായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വേഗത്തിൽ വലിയ സ്റ്റിച്ചിട്ട് കൊടുത്താൽ പിന്നെ ആ ഡിസൈൻ്റെ ഭംഗി അങ്ങ് പോകും. ഇപ്പോൾ ഒരു ലീഫ് കംപ്ലീറ്റായി, അതിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റായി. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഇട്ട സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തുകൂടെ തന്നെ നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഈ സ്റ്റെപ്പ് അത് ആ ഒരു ഫില്ലാവുന്നത് വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക.
സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ബാക്കി എല്ലാ ലീവ്സും അതേപോലെ അതിൻ്റെ ഇടയിലുള്ള ലൈൻസും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ. ഇനി അതുകൂടെ ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ ഡിസൈൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരേ സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഭംഗിയൊക്കെ ഉണ്ടാകും കാണാൻ. പിന്നെ ഇടയിൽ ഇതേപോലെ കുറച്ച് സ്റ്റോൺസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോണ് നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിക്കുക അല്ലെങ്കിൽ അയൺ ചെയ്താൽ മതി. അയൺ ചെയ്താൽ അത് അവിടെ ഇങ്ങനെ പതിഞ്ഞിരുന്നോളും, പിന്നെ പറഞ്ഞു പോകില്ല. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തുണിയുടെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യുക. അപ്പോൾ നല്ല ആ ഡിസൈന് മാത്രം അതൊന്ന് എടുത്ത് കാണിക്കും. പിന്നെ നമ്മൾ സിൽക്ക് മെറ്റീരിയലൊക്കെ കൊടുക്കുന്നത് പോലെ ഒരുപാട് പേൾസും ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക, കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. താങ്ക് യു.